ഈ ഒരു വണ്ടി വന്നതിന് ശേഷം എൻ്റെ വീട്ടുകാരെല്ലാവരും ഞാനും അച്ഛൻ അമ്മ പിന്നെ എൻ്റെ അപ്പച്ചിയും മക്കളും അവരും വരും ഞങ്ങളോട്. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ പോണത് ഈ വണ്ടിയിലാണ്. അത്രയ്ക്കെല്ലാം അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അവരോട് എനിക്ക് പോകുന്ന എന്തെങ്കിലും അവിടെ സംഭവിച്ചേനെ. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളിന്ന് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു കോൾസിൻ്റെ കൂടെയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളെ ടെക് ക്യാച്ചറിൻ്റെ വാഹനമാണ്. അപ്പം ഈ ഒരു കോൾസ് കേരളത്തിൽ ഈ ഒരു വണ്ടി അറിയാത്തവർ വളരെയധികം കുറവായിരിക്കും. ഈ ഒരു വണ്ടി 3 പ്രാവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൊല്ലത്ത് വന്ന സമയത്ത് 2 പ്രാവശ്യം എൻ്റെ അടുത്തും, അതല്ലാതെ റിപ്പയറിങ്ങിനായിട്ട് 1 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമേ ഒരു വണ്ടി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുള്ളൂ. അതായത് നിർത്തി ചെക്ക് ചെയ്യുക എന്ന് ഞങ്ങളെ ഭാഷയിൽ പറയും. അതായത് വണ്ടി നിർത്തി ജാക്കിൽ പൊക്കി വെച്ചിട്ട് ഷേക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇളക്കി വന്നപ്പോഴത്തേക്ക് ഞെട്ടി. ഇതാ ഈ മുമ്പിൽ കാണുന്ന സാധനങ്ങളുണ്ടോ, ഇത് ഇത്രയും സാധനങ്ങൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് മാറിയതാണ്. ഇപ്പോൾ ഇത്രയൊരു സാധനങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളല്ല. അതായത് ചിലവിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ചിലവ് കൂടുതലായിട്ട് വരും. പ്രത്യേകിച്ച് ഈ ഒരു റോഡിൻ്റെ കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് റോഡിൻ്റെ ഇത്രയും ഭാഗം പൊടിഞ്ഞ് നാശമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ നാശമാകുന്നത് വെച്ചാൽ ഇതിവിടെ ഒരു ഇൻഡിക്കേറ്റർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എത്രത്തോളം മാക്സിമം പോളിഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത്. അതിൽ കൂടുതൽ പോളിഷ് ചെയ്ത് കൊണ്ട് നടന്ന് പൊട്ടിപ്പോയതാണ്. ഈ ഒരു റോട്ടറുമായി ഈ വണ്ടി ഇനിയും ഓടിയിരുന്നെങ്കിൽ ഈ ഒരു റോഡിന് പൊളച്ചിൽ വന്നിട്ട് ബ്രേക്കിന് ജെർക്കിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റോട്ടർ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഒരു 30-40% വരെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത്തരത്തിലുള്ള വിഷയത്തിലോട്ട് വരും. അതായത് ഇതിൻ്റെ അടുത്ത സൈഡ് റോട്ടർ ഓൾറെഡി ചെറിയ രീതിയിൽ ഡാമേജ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് താഴെ വീണപ്പം പൊട്ടിയാണ് ഈ റോട്ടർ. കണ്ടോ, ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലോട്ട് വന്നേരാം. പിന്നെ മാറ്റിയെന്ന് വെച്ചാൽ ബുഷുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ബുഷുകൾക്ക് ഡാമേജ് വരാറുണ്ട്. അപ്പം അത്തരത്തിൽ ഷാക്കിൾ ബുഷ്, അതുപോലെ തന്നെ ബാലൻസ് റോഡിൻ്റെ ബുഷ്, അതുപോലെ സ്ട്രോപ്പ് റാഡ് അല്ലെങ്കിൽ ബ്രേക്ക് റാഡിൻ്റെ ബുഷുകൾ, സ്റ്റെബിലൈസറിൻ്റെ ബുഷുകൾ, അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ദാ ഇതിൽ ബ്രേക്ക് പാഡ് ഉണ്ടാകും. ഈ ഒരു ബ്രേക്ക് പാഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഓടാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു റോട്ടറിൻ്റെ മാർക്കിങ്, അതായത് ഈ റോഡിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ ഓളം അടിച്ചേക്കുന്നതാണ്, കട്ടിങ് വന്നേക്കുന്നുണ്ടോ, ഈ ഒരു മാർക്കിങ് ഡീപ്പായിട്ട് ഈ ഒരു ബ്രേക്ക് പാഡിലെല്ലാം വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലർ പറയും ഇത് നല്ല രീതിയിൽ അമിലി പേപ്പറിൽ തേച്ച് വൃത്തിയാക്കിയാൽ ഇട്ടാൽ ഓക്കെ ആകുമല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇടാൻ നേരത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെപ്ത്, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കനം വ്യത്യാസം വരാനും അതുപോലെ തന്നെ ബ്രേക്കിങ്ങിന് സാരമായ രീതിയിൽ ബാധിക്കാനും ഒരു 30% വരെ അത് റോട്ടറിൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂട്ടും. പിന്നെ വന്നു വെച്ചാൽ ഈ ഷോക്കിൻ്റെ ഈ ഒരു ബുഷിൻ്റെ ഭാഗം നോക്കേ, ഇടിച്ച് ചതഞ്ഞ് പിഴിഞ്ഞ് കണ്ട, ഇതാണ് കണ്ടീഷൻ. ശരിക്കും ഈ ഒരു ടെക് ക്യാച്ചറിൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടി കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടിയായി തുടങ്ങിയത്. ഇത് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓണർ അദ്ദേഹത്തിൻ്റെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ കെയർലെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ലോവർ ആമിൻ്റെയും അപ്പർ ആമിൻ്റെയും ബോൾ ജോയിൻറ്റുകൾ ഇതൊക്കെ നീളം തള്ളൽ വന്നിട്ടില്ല. അത് കണക്ക് നല്ല രീതിയിൽ ഫ്രീ ആയി പോയിട്ടുണ്ട്. അതായത് ഈ ഒരു വണ്ടി ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറിയിട്ട് ഈ ഒരു ബോൾ ജോയിൻറ്റും കാര്യങ്ങളും മാറാതെ വിടുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ബോൾ ജോയിൻ്റെ പ്രശ്നം കാരണം നല്ല രീതിയിൽ ഷേക്ക് വന്ന് ടയർ വെട്ടിത്തയാനുള്ള ചാൻസ് കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേ കൂടിയുമ്പോഴത്തേക്ക് ഇത്രയും പണികൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ലോവർ ആം, അതായത് ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റും അപ്പർ ആമിൻ്റെ ബോൾ ജോയിൻറ്റും മാറിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ആണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ റാക്ക് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ റാക്ക് എൻഡ് മാറുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഇത് നോക്കേ, ഈ റാക്ക് എൻഡ് നല്ലതാണ് കേട്ടോ, ഈ റാക്ക് എൻഡ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഭാഗത്ത് വരുന്ന റാക്ക് എൻഡ് സ്റ്റക്കാണ്, തിരിയുന്നയോ അനങ്ങുന്നയോ ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് റാക്കിൻ്റെ പെയറായിട്ട് അങ്ങോട്ട് മാറി. ഒരെണ്ണം പുതിയതും ഒരെണ്ണം പഴയതും ഇടുന്നത് ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് വലിയ കുഴപ്പമില്ലായിരുന്നത്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് സ്റ്റക്കായി. ഈ ലെഫ്റ്റ് സൈഡിലെ വീലിൻ്റെ ഭാഗങ്ങളിലുള്ള സാധനങ്ങൾ വളരെ പെട്ടെന്നായിട്ട് കേടാവുന്നതായിട്ട് കണ്ടുവരും. കാര്യം എന്ന് വെച്ചാൽ റോഡ് വിട്ട് ഏറ്റവും കൂടുതൽ ഓടേണ്ടി വരുന്ന ടയർ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡാണ്. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടില്ല, ഇപ്പം വലത്തെ സൈഡിൽ മാത്രം മാറിയാണ് എന്നുണ്ടെങ്കിൽ അതേ കണക്ക് തന്നെ ഇടത്തെ സൈഡിലും കൂടെ മാറാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് യൂണിവേഴ്സിൽ ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ പ്ലേ ആയിട്ട് സ്റ്റിയറിങ്ങിന് പ്ലേ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഐറ്റവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിൽ വന്നേക്കുന്ന നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് എല്ലാം ക്രോസൊക്കെ അടിച്ച് കയറ്റിയിരുന്നത്. ഇളക്കുമ്പോഴൊക്കെ ഇത് കണക്ക് ഒടിഞ്ഞും മുടഞ്ഞൊക്കെയാണ് കയ്യിൽ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോവർ ആമിൽ വരുന്ന അലൈൻമെൻറ്റ് വരുന്ന ഒരു ബോൾട്ടും, ഈ ഒരു ബോൾട്ടും ക്രോസ് അടിച്ച് വെച്ചിരുന്നത്, ഈ ക്രോസ് മനഃപൂർവ്വം അടിച്ച് വെച്ചിരുന്നതാണ്. അതായത് ഇത് സ്ലിപ്പായിട്ടിരുന്നത് കൊണ്ട് ബോൾട്ടിൻ്റെ ത്രെഡ് നശിപ്പിച്ചതിന് ശേഷം വെച്ച് മുറുക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ
ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ ജീവനെ വരെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബോൾട്ടിൻ്റെ കണ്ടീഷൻ. ഈ ഒരു വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പണികൾ ഒരുമിച്ച് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന വ്യക്തി ഈ ഒരു വണ്ടിയെ വളരെ കെയർലെസ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു മനുഷ്യരും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആ രീതിയിൽ കൊണ്ടു കിടക്കരുത്. നമ്മൾ വണ്ടിയോട് കാണിക്കുന്ന സ്നേഹം തിരിച്ച് നമുക്ക് ഇപ്പം പലർക്കും ജീവനില്ലാത്ത ഒരു തകരമായിട്ടൊക്കെ വണ്ടികളെ തോന്നുമെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ചിന്തിക്കാനും വണ്ടിയുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ വണ്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം വണ്ടിയും നിങ്ങളെ സ്നേഹിക്കും. വണ്ടിക്ക് നിങ്ങൾ എത്രത്തോളം കെയർ കൊടുക്കുന്നോ അത്രത്തോളം കെയറും വണ്ടി നിങ്ങൾക്ക് തരും. ചില സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വണ്ടി ഭയങ്കരമായ രീതിയിൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് വണ്ടിയിലകത്തിരിക്കുന്നവർക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ എന്ന് വെച്ചാൽ വണ്ടിക്ക് കൊടുക്കുന്ന കെയറിൻ്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ബോൾട്ടിൻ്റെ ഭാഗമാണെങ്കിലും ഈ ഒരു റോട്ടറിൻ്റെ ഭാഗമാണെങ്കിലും ഇത്തരം ഭാഗങ്ങളൊക്കെ അതൊക്കെ ഇതിൻ്റെ ബ്രേക്ക് ഷൂൻ്റെ ഒക്കെ കണ്ടീഷൻ കണ്ടോ, ബ്രേക്ക് ഷൂ ഒക്കെ ഒടിഞ്ഞ് പറഞ്ഞ് ദ്രവിച്ച് എന്താ പറയുക, അത് പൊടിഞ്ഞ് ഇല്ല, അത് ഈ സാധനം ഇല്ല. യഥാർത്ഥത്തിൽ ഏതാണൊക്കെ ഇതിൻ്റെ വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ പറ്റുമോ, വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ബെയറിംഗ് മാറിയിട്ടുണ്ട്. ബെയറിംഗ് മാറി വെച്ചാൽ ബെയറിങ്ങിൻ്റെ സെറ്റിങ്സിൻ്റെ വിഷയം കൊണ്ടാണ് മെയിനായിട്ട് വിഷയം വന്നത്. അതായത് പ്ലേയും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. ബെയറിങ്ങൊക്കെ എല്ലാം ഒരു നിശ്ചിത കിലോമീറ്റർ, ഒരു 60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 50,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഹബ്ബൊക്കെ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പുതിയ ഗ്രീസൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെയറിങ് ഇടയ്ക്ക് മാറേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു പ്ലേയുടെ വിഷയങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരാതെ ധൈര്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഈ ഒരു ഹെവി ഡ്യൂട്ടി വാഹനങ്ങളിലാണ്, അതായത് ഹെവി ഡ്യൂട്ടി ടൈപ്പ് വരുന്ന വാഹനങ്ങളിലാണ് ഈ ടൈപ്പ് കോൺ ബെയറിങ് കാര്യങ്ങളും വരുന്നത്. ഇതിന് ഗ്രീസ് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഈ ഒരു ഗ്രീസ് കറക്റ്റ് സമയത്ത് മാറിക്കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു ഉത്തരവാദിത്തം ഈ ഒരു വണ്ടിയുടെ മുൻ ഓണർ കാണിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് റിപ്പയർ ചെയ്യേണ്ടി വന്നത്. ഇത് മാത്രമല്ല, അല്ലാതെ ചില്ലറ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല സാധനങ്ങളും പാതി മാത്രം മുറുക്കി വെച്ചേക്കുക, പിന്നെ ഒരു ആർക്കാനും വേണ്ടി ഒപ്പിച്ച് വെച്ചേക്കുന്ന കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഇനിയിപ്പം എന്തായാലും ടെക്കാച്ചറിൻ്റെ കയ്യിലായതുകൊണ്ട് ഈ ഒരു വണ്ടി പൊന്നെപ്പോലെ കൊണ്ടു നടക്കും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം നമ്മളെ ടെക്കാച്ചറിൻ്റെ അഭിപ്രായം എന്തുവാന്നുള്ളത് തിരക്കാം. നമസ്കാരം. അതെ, അപ്പം എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ വരുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ഇത്രയും സാധനങ്ങൾ മാറേണ്ടി വരും എന്നുള്ളൊരു ധാരണ നമുക്കില്ലായിരുന്നില്ലേ? എൻ്റെ പൊന്നിക്ക് ഒരു രക്ഷയില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഇക്കനെ കുറിച്ച് അറിയാമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ഈ വണ്ടി എടുത്ത ടൈമിനൊക്കെ തന്നെ മെക്കാനിക്കൽ സൈഡ് ക്ലിയർ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓപ്ഷൻ ഈ നിൽക്കുന്ന മുതലാണ്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ മുക്കും മൂലയും പുള്ളി കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത്ര അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ കൊടുത്താലേ ഇങ്ങനെയുള്ള വണ്ടികൾ പണിയത്തുള്ളൂ. അതിപ്പം നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളാണെന്ന് എൻ്റെ വിശ്വാസം നമ്മുടെ സ്ഥാപനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ഒരു എമൗണ്ട് പറഞ്ഞു. പക്ഷേ നമ്മളത് അഴിച്ചു വന്നപ്പോഴത്തേക്കും ശരിക്കും ഇക്കാ പറഞ്ഞ ഒരു എമൗണ്ടിന് സ്പെയർ തന്നെ നമുക്ക് മേടിക്കും. അതെ, സംഭവം എന്നാന്ന് വെച്ചാൽ ഇതിൽ റോട്ടിന് ഇങ്ങനെ ഒരു വിഷയം വരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബ്രേക്ക് ഷൂ ഞാൻ വിചാരിച്ചത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും എന്നുള്ളത്. പക്ഷേ ബ്രേക്ക് ഷൂ ഒക്കെ കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ ഇതിൻ്റെ ഇത്രയും മോശമാക്കിയാണ് നേരത്തെ ഓണർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കോൾസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല സാധനങ്ങൾ കേടായി കിടന്നാലും അതൊന്നും നമുക്ക് കാണിച്ചിരുന്നില്ല. അഴിച്ച് നോക്കിയാലേ അതെ ചത്ത് കിടന്നു കൊടുക്കും. അതാണ് ഈ വണ്ടി ഇത്രയും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇത് അഴിച്ചിട്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ചവിട്ടിയോടെ വണ്ടി നിൽക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് പറഞ്ഞൊരു കുത്തലുണ്ടായിരുന്നു വണ്ടിക്ക്. ആ ഒരു കുത്തൽ കാരണമാണ് നമ്മൾ ഈ ബ്രേക്കും കാര്യങ്ങളൊക്കെ നോക്കിയത്. പക്ഷേ സംഭവം എന്തായാലും ഇത്രയും പണി വന്നു. പക്ഷേ സംഭവം ഞാൻ ഇക്കാട് നോക്കിയാൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വണ്ടി വന്നതിന് ശേഷം എൻ്റെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് പറ്റുന്നത്, ഞാനും അച്ഛൻ അമ്മ പിന്നെ എൻ്റെ അപ്പച്ചിയും മക്കളും അവരും വരും ഞങ്ങളോട്. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ പോണത് ഈ വണ്ടിയിലാണ്. അത്രയ്ക്കെല്ലാം അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അവരുമായിട്ട് എനിക്ക് പോകുന്ന വഴി എന്തെങ്കിലും അവിടെ സംഭവിച്ചാണ്. ഗോവിന്ദുമായിട്ട് ഇടപെട്ടതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഗോവിന്ദൻ്റെ അടുത്ത് ഞാനൊരു വെള്ളിയാഴ്ച വണ്ടി കൊണ്ടുവന്നു. ശനി തിങ്കൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച വണ്ടി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇളക്കിയപ്പോഴത്തേക്ക് കുറച്ചധികം പണിയുണ്ട്. ഞാൻ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് സംഭവം, എന്താ വേണമെന്ന് ചോദിച്ചു. കാര്യം വെച്ചാൽ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടെ സാമ്പത്തികം അധികമാവുന്നുണ്ട്. അതായത് നമ്മൾ മൊത്തം പണിയിറക്കാമെന്ന് ഉദ്ദേശിച്ച സംഭവത്തിൽ സ്പെയർ മാത്രമായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല, ചെയ്യുമ്പം എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ അതൊക്കെ നോക്കി കറക്റ്റിന് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കംപ്ലൈൻ്റ് ആണ് എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മൊത്തവും ഇളക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു ബുഷൊക്കെ ഇത് ഞാൻ പുതിയത് മാറിയതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുക ഇതൊക്കെ മാറിയോ, കാരണം വെച്ചാൽ ഇടുമ്പം വ്യത്യാസം ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും ഫുള്ള് മാറി. മാത്രമല്ല ഇതിൻ്റെ ഏതായിരുന്നു ഇതിൻ്റെ
ഈ ഒരു ബുഷിൻ്റെയൊക്കെ ഒരു ഹെഡ് വരുന്ന ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ ഒരുമാതിരി ഡാമേജ് ആയിപ്പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് കണക്ക് ഈ ഒരു ഹോളൊക്കെ ഓവലായി പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് സംഭവം അതിൻ്റെ ആ ഒരു ഫ്രഷ് ആ ഒരു റബ്ബറിൻ്റെ മണം കണ്ടോ, അതുപോലും പോയിട്ടില്ല കണ്ടാ. പക്ഷെ എന്നാലും ഇത് മാറാൻ നേരത്തെ നമ്മളെ ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, അത് മാറണം. ഞാൻ പറഞ്ഞു എന്തായാലും മാറണം. കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടുവരുന്ന വലിയ ശബ്ദങ്ങൾ. അപ്പം ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അയ്യോ ശരിയായില്ലല്ലോ എന്നുള്ളത് ഒരിക്കലും വരാൻ പാടില്ല. നമ്മുടെ അറിയാലോ ഇതിന്റെ പ്രസ്റ്റീജ് ആണ്, അങ്ങനെയാണോ പറയാൻ. കാരണം ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ ആ പ്രതീക്ഷിക്കാതിരുന്ന രീതിയിലുള്ള എഞ്ചിൻ മണി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിൽ വന്നു. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇനി മാറാനൊന്നുമില്ല. ഇപ്പം അത് ശരിയാ. ഇപ്പം ഈ ഒരു വണ്ടിയിൽ എഞ്ചിന്റെ ഭാഗം എല്ലാം പണിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പമ്പ് പിന്നെ ഇളക്കി കറക്റ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സസ്പെൻഷൻ, ബ്രേക്ക്, അത്തരം ഭാഗങ്ങൾ, സ്റ്റിയറിംഗിന്റെ ഭാഗങ്ങളെല്ലാം കൂടി കറക്റ്റ് ചെയ്തു. ഇനി ഇന്റീരിയറിലെല്ലാം പരിപാടി ചെയ്തു, സെൻട്രലൈസ് ചെയ്തു. ഇനി ആകെ ഉള്ളതെന്ന് വെച്ചാൽ പെയിന്റിങ്ങും സെറാമിക്കും അങ്ങനെയുള്ള കുറച്ച് ചില്ലറ കാര്യങ്ങൾ. അപ്പം നമ്മളെ ടെക്കാച്ചറിന്റെ വീഡിയോസിൽ ഉടനെ വരും അല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ. ഇതിന് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളെ വണ്ടി സ്നേഹിക്കുക. അതെ, അത്രേ ഉള്ളൂ. നിങ്ങളെ വണ്ടിയെ ആത്മാർത്ഥമായിട്ട് അങ്ങനെ സ്നേഹിച്ചു നോക്കിയേ, ആ വണ്ടി അതിന്റെ ഇരട്ടി. എനിക്കിത് പറയുമ്പോൾ നമ്മളെ ഇരട്ടി നമ്മളെ ചിലരെന്ന് വെച്ചാൽ ഇതിനെ ഒരു യാത്ര ചെയ്യാൻ അല്ലെ അവരുടെ തൊഴിലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന് ശരിക്കും നമ്മുടെ ജീവന്റെ വിലയുള്ള ഒരു സാധനമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ളത് ഈ ടാക്സിക്കാരെടുത്ത അവർക്ക് അവരുടെ അന്നമായി വണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരെവിടെയും പോയി 1 മണിക്കൂർ വെയിറ്റിംഗ് വന്ന് അവരൊരു തുണിയെടുത്ത് വണ്ടി തട്ടി തുടച്ച് വൃത്തിയാക്കി എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാരും പറയാനും പറ്റില്ല. ഇപ്പൊ ഈ ഊബർ മൂലയൊക്കെ ഓടുന്ന പല ടീമുകളുണ്ടല്ലോ. ചിലവരെ വണ്ടിയൊക്കെ ഇപ്പൊ എറണാകുളത്ത് പോയപ്പോഴൊക്കെ വണ്ടി കൊണ്ട് ഓട്ടിക്കുക, വണ്ടി എവിടെ കൊണ്ടിടുക, അത്രേ ഉള്ളൂ. വണ്ടി ഒരു പരുവായിട്ടിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. ഇതിപ്പോ എന്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, അച്ഛനാണെങ്കിലും എന്റെ അത്ര ഒരു വണ്ടി ക്രൈസ് ഇല്ല. പുള്ളിയാണ് പറഞ്ഞത് എന്തിനു വണ്ടി ഇത്രയും കാശൊക്കെ മുടക്കുന്നത് എന്തിനാണ്. പക്ഷെ എന്റെ ഒരു ഫീൽ എന്ന് വെച്ചാൽ ഇതൊരു ജീവനുള്ള സാധനമാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി ഇനിയിപ്പം എന്താ പറയുക, ഒരു പലർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് മാറും. കാരണം വെച്ചാൽ വണ്ടികളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ കയ്യിൽ നല്ലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്തിരി മോശം കണ്ടീഷനിലാണ് നമ്മളെ കൈ കിട്ടിയത്, ആ ഒരു വണ്ടി എത്രത്തോളം എങ്ങനെ ഭംഗിയാക്കാൻ കഴിയുമെന്നുള്ളത് ആൾക്കാരെ ബോധിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു കോൾസും നമ്മളെ ഗോവിന്ദും. നമ്മളെ കേരളത്തിലുള്ള വണ്ടി ഭ്രാന്തന്മാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.